ഹലോ നമസ്കാരം, ഞാൻ സജ്ന റജി. സജ്നേഹിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോഴികൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് തീറ്റ നൽകാമെന്നുള്ളതാണ്. അപ്പം ആ തീറ്റ കൊടുക്കുന്നതുകൊണ്ട് മുട്ടയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോഴിച്ചേട്ടന്മാരെ കണ്ടോ? ഉണ്ടോ ഉണ്ടോ? നമ്മുടെ കോഴിയൊക്കെ ഇത്രയും വളർന്ന് കേട്ടോ, ഉണ്ടല്ലോ. കോഴികൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ തീറ്റ എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ്. അപ്പം നമുക്ക് തീറ്റ എന്താണെന്ന് ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ പറിക്കാൻ പോകുന്നത് നമ്മുടെ ഓമയുടെ ഇലയാണ്. തളിരില നോക്കി നമുക്ക് പറിച്ചെടുക്കാം. ഓമയുടെ ഇലയാണ്. അത്യാവശ്യം നമുക്ക് ഓമയുടെ ഇല കോഴികൾക്ക് കൊടുക്കാവുന്നതാണ്. അതായത് മുട്ടയുൽപാദനം വളരെ വേഗം നടക്കാനും എല്ലാം ഓമയുടെ ഇല ഏറ്റവും നല്ല ഒന്നാണ്. ഈ ഇല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഓമയില, ചില സ്ഥലങ്ങളിൽ പപ്പായ ഇല എന്ന് പറയും. ഇതിന് ഞങ്ങളിവിടെ ഓമയുടെ ഇല എന്നാണ് പറയുന്നത്. ഈ ഇല നമ്മുടെ കോഴികളുടെ തീറ്റയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം ഇത് നല്ല കോഴികൾക്ക് ഏറ്റവും മുട്ടയുൽപാദനം കൂട്ടാനായിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു ഇലയാണ്. നിങ്ങൾ കാണുന്നതല്ലേ, നമ്മൾ കോഴിയൊക്കെ ഇറക്കി വിടുമ്പോൾ കോഴികളാണ് ഇലയൊക്കെ പോയി കൊത്തിപ്പറക്കി തിന്നുന്ന കാണാവുന്നതല്ലേ. അതുപോലെ നമ്മൾ ആഴ്ചയിൽ 1.5 വട്ടമെങ്കിലും ഈ ഇലകൾ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കോഴികൾക്ക്. അപ്പോൾ നമുക്ക് ഇത് ചെറിയ രീതിയിൽ നമുക്ക് ഈ ഇലകൾ അരിഞ്ഞ് നമുക്ക് കോഴിയുടെ തീറ്റയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, നമ്മൾ കൂട്ടിനകത്തൊക്കെ വളർത്തുന്ന കോഴികൾക്ക് അങ്ങനെ ഇലകൾ ആദ്യം കഴിക്കാൻ കിട്ടത്തതിന് നമ്മൾ ഇറക്കി വിടുകയല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് കോഴിക്ക്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കോഴികൾക്കാണെങ്കിൽ കോഴിക്കൂട്ടിനകത്ത് കെട്ടിത്തൂക്കി ഇലകൾ ഇടാവുന്നതാണ്. ഭയങ്കര ഇഷ്ടമാണ് കോഴികൾക്ക് കേട്ടോ ഈ ഇലകളൊക്കെ. ഏറ്റവും നല്ലതെന്ന് പറയുന്ന ഓമയുടെ ഇലയാണ്. ഇങ്ങനെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മളിത് കൊടുക്കുന്ന തീറ്റയുടെ കൂട്ടത്തിൽ ഇതുകൂടെ ഇളക്കി നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മൾ എടുക്കുന്ന ഇലയെന്ന് പറഞ്ഞാൽ നമ്മുടെ മുരിങ്ങയുടെ ഇലയാണ്. മുരിങ്ങയില അപ്പം ഇതും നല്ലൊരു ഔഷധ ഗുണമുള്ളതുമാണ്. ഈ മുരിങ്ങയുടെ ഇല നമുക്ക് ജ്യൂസ് അടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആഹാരത്തിൽ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഏറ്റവും നല്ല ഒരു പ്രതിരോധ ശേഷി കൂട്ടുന്ന ഒന്നാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്നീ കണ്ടിച്ചിടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ അടർത്തി ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. കോഴികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ളതാണ്. ഇതും നല്ല ഒന്നാണ്. മുട്ട ഉൽപ്പാദനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ്. നമ്മളിത് ദിവസവും നമ്മൾ വേണമെങ്കിൽ ഓരോ ഇല വെച്ചാണെങ്കിൽ നമുക്കാണെങ്കിൽ, അതായത് ഓരോ ടൈപ്പിലുള്ള ഇലകൾ നമുക്ക് കോഴിക്കൂടിനകത്ത് കെട്ടിത്തൂക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ കൊത്തിപ്പറക്കി അതുങ്ങളങ്ങ് തിന്നോളൂ. അപ്പം അടുത്ത നമ്മൾ കൊടുക്കുന്ന ഇലകളെന്ന് പറഞ്ഞാൽ ഇല എന്ന് പറയുന്നത് കണ്ണൻചേമ്പിൻ്റെ ഇലയാണ്. അതുപോലെ തന്നെ ഈ കണ്ണൻചേമ്പിൻ്റെ ഈ തണ്ടുകളും നമുക്ക് അരിഞ്ഞിട്ട് കൊടുത്താൽ ഇത് നല്ലതുപോലെ കഴിച്ചോളും. അപ്പം നമുക്ക് ഈ തണ്ട് മുതൽ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഈ മഴക്കാലത്താണെങ്കിൽ കോഴികൾക്ക് വെളിയിലിറങ്ങി കഴിക്കാനൊക്കെ പാടാണ്. ചിക്കിച്ചകയാനും അതുപോലെ ഇലകളൊക്കെ കഴിക്കാനൊക്കെ പാടാണ്. അതുകൊണ്ട് നമുക്കിതെല്ലാം നമ്മുടെ ഭക്ഷണക്രമത്തിൽ കോഴികൾ. അടുത്ത ഇലയെന്ന് പറയുന്നത് നമ്മുടെ ചീരയുടെ ഇലയാണ്. ചീരയില ഇത് നോക്കിയാൽ ഇത് ചീരയിലേക്കകത്തെല്ലാം പുഴുക്കളൊക്കെ തിന്നാണ്. മഴ സമയത്ത് ചീരയിലയൊക്കെ കണ്ടോ അഴുക്കായിട്ടിരിക്കുക കേട്ടോ. അപ്പം ഈ ചീരയുടെ ഇലയും നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ട് അരിയണം. അപ്പം നമുക്ക് ഈ പച്ച ഇലകളോടെ നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കാമെങ്കിൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചിലവ് കുറച്ച രീതിയിൽ തീറ്റ കൊടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ നമ്മൾ ഈ 4 ഇലകളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന തീറ്റ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതിനകത്തിട്ട് അതിന് കൊടുക്കുന്ന നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചോറുകൾ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ തീറ്റയോടെ ഇതിലേക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് കൂട്ടി നോക്കാം. ഇനി നമുക്കിത് കോഴിയിലൊക്കെ കൊടുക്കുന്ന കാണിക്കാം. ആവേശത്തോടു കൂടി കോഴികൾ കഴിക്കുന്നതാണ് നമുക്ക്. ബ 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 ബ. വളരെ നല്ല രീതിയിൽ കോഴി അത് ഇലകളെല്ലാം കഴിക്കുകയാണ്. അത് കൊത്തി കൊത്തി കഴിക്കുന്നുണ്ടോ? അപ്പം നമ്മുടെ കോഴികളൊക്കെ ഏകദേശം വളർന്നു വന്നിട്ടുണ്ട്. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കോഴികൾക്ക് വിരമരുന്ന് കൊടുക്കണം. കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്കാണെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വിരമരുന്ന് കൊടുക്കേണ്ടതാണ്. അപ്പം നമ്മുടെ മുട്ട ഉൽപ്പാദനത്തിനും കോഴികൾക്ക് ഏറ്റവും നല്ല പോഷകകരമായ ഇലകളാണ് നമ്മൾ അരിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 4 ഇലകൾ മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.